ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് എനിക്ക് നിങ്ങളോട് എങ്ങനെ പറയണം എന്ന് മനസ്സിലാകുന്നില്ല. കാരണം എന്നറിയാമോ, ഈ പത്തനംതിട്ട ജില്ല എന്നതാണെന്ന് പത്തനംതിട്ട ജില്ലയുടെ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സത്യം പറഞ്ഞാൽ. കാരണം എന്നറിയാമോ, ഇതുപോലെ പ്രകൃതിയുടെ അനുഗ്രഹിച്ച ഒരു ജില്ല. അതായത് എവിടെ ചെന്നാലും വനങ്ങളും അതുപോലെ മരങ്ങളും നിബിഡ വനങ്ങളാണ്. കാരണം എന്തറിയാമോ, നമ്മളൊരു വഴിക്ക് ഗ്രാമത്തിലൂടെ നമ്മൾ പോയാൽ, ഒരു ഇരുചക്ര വാഹനത്തിലൂടെ പോയാൽ ടണലിലൂടെ മാത്രം പോയാൽ മതി. എവിടെ എന്തിനേറെ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. ഈ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്തറിയാമോ, കേരളത്തിൽ ഇതുപോലെ വനവൽക്കരണവും അതുപോലെ തന്നെ പിന്നെ പ്രകൃതിയുടെ കനിവും, അതായത് അതായത് കനിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അനുഗ്രഹിച്ച ഒരു ജില്ലയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇടുക്കി ജില്ലയിലൊക്കെ നമ്മൾ താമസിച്ചു 10, 25, 30 വർഷം. പക്ഷേ ഇതുപോലെ പത്തനംതിട്ട ജില്ല പോലൊരു ജില്ല, അതാണ് ഗ്രീൻ വാലി എന്ന് പറയും. കാരണം എന്നറിയാം, വേറെ ഒന്നുമല്ല, ഒരു ശുദ്ധവായുവുള്ള ജില്ല എന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് അനുഭവിച്ച് അറിഞ്ഞാലേ അതിൻ്റെ മനസ്സിലാകത്തുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത്, ഞാനൊരു പ്രത്യേക കാര്യം, വാളക്കുഴിയിൽ നിന്ന്, അതായത് തടിയൂര് വഴി, അതായത് എങ്ങോട്ട് പോകാൻ പത്തനംതിട്ടയ്ക്ക് പോവാണ്. ഈ റൂട്ടാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ അവിടുന്ന് വാളക്കുഴിയിൽ നിന്ന് തിരിച്ച്, അതായത് വെണ്ണിക്കുളം, മാഴിക്കുളം, വാളക്കുഴി, റാന്നി എന്നൊക്കെ ഒരുമാതിരിപ്പെട്ടൊക്കെ വരുന്നവർക്കെല്ലാം മനസ്സിലാവും. പക്ഷേ ഈ സ്ഥലത്തൂടെ വരുന്ന എവിടെയും ഒരു വെയിലടിക്കാൻ പോലും, അതായത് അതുപോലുള്ള പ്രദേശമാണ്. കാരണം എന്താ പറയുക, പ്രകൃതി അനുഗ്രഹിച്ച ഒരു പ്രദേശമാണ്. അതുപോലെ പ്രദേശം തണുപ്പാണെങ്കിലും, അത് എത്ര ചൂടത്ത് പോലും ഇവിടെ തണുപ്പുണ്ട്, നല്ല കൂളിംഗ് കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ ശുദ്ധവായു, നല്ല ഇളം കാറ്റ്. അത് വേറെ ഒരു ജില്ലയിൽ പോലും ഉണ്ടാകുന്ന, ഞാൻ മറ്റുള്ള ജില്ലകളെ വെല്ലുവിളിക്കാം. കാരണം നിങ്ങളത് വന്ന് നോക്കുക, ഏത് റൂട്ടിൽ ചെന്നാലും. ശബരിമല റൂട്ടിൽ ചെന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മൊത്തം വനപ്രദേശം. അതുപോലെ തന്നെ ചിറ്റാർ റൂട്ടിലും മാണിയാർ റൂട്ടിലൊക്കെ ചെന്ന വനപ്രദേശം. അതുപോലെ തന്നെ കോന്നി റൂട്ടിൽ ചെന്ന വനപ്രദേശം. അടൂർ റൂട്ടിൽ ചെന്നാൽ വനപ്രദേശം. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്നത് വെണ്ണിക്കുളം റൂട്ടിൽ ചെന്നാൽ വനപ്രദേശം. ഏത് റൂട്ടിൽ ചെന്നാലും, റാന്നി റൂട്ടിൽ ചെന്നാൽ വനപ്രദേശം, പൊന്തമ്പടി റൂട്ടിൽ ചെന്നാൽ വനപ്രദേശം. എല്ലായിടത്തും അതായത് പ്രകൃതിയുടെ നല്ല ഇളം കാറ്റാണ്. അതാണ്. അപ്പം നമ്മുടെ ആ ഒരു ആസ്വാദനം അത് നമ്മൾ അനുഭവിച്ചേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത ഒരു സന്തോഷത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്നതിൻ്റെ അഭിമാനം ഉള്ളത് കൊണ്ടും ആ സന്തോഷം ഉള്ളത് കൊണ്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം എന്താ പറയുക, പത്തനംതിട്ട ജില്ലയിലുള്ളവർ ഭൂരിഭാഗം എല്ലാവരും നമുക്ക് അത് ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നിങ്ങളെ തീർച്ചയായിട്ടും, എനിക്ക് ഏറ്റവും കൂടുതൽ വിദേശികളും ഏറ്റവും കൂടുതൽ പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരും ഉള്ളൊരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല. ഏറ്റവും കൂടുതൽ വിദേശ വരുമാനം, പൈസ ബാങ്കിലേക്ക് വരുന്നതും പത്തനംതിട്ട ജില്ലയിലാണ്. നമ്മൾ യൂറോപ്യൻ യൂണിയൻ, യൂറോപ്യൻ കൺട്രി, അതുപോലെ തന്നെ ഗൾഫ് കൺട്രിയിലും ഏറ്റവും കൂടുതൽ ജോലി എടുക്കുന്നതും ആൾക്കാരും പത്തനംതിട്ട ജില്ലയുള്ളവരാണ്. മനസ്സിലായല്ലോ. നമ്മളെല്ലാവരും നമുക്ക് പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി, മറ്റുള്ള ജില്ല നമ്മൾ കുറ്റപ്പെടുത്തിയല്ല കേട്ടോ, എല്ലാ ജില്ലയും നല്ലതാണ്. പക്ഷേ പ്രകൃതിയുടെ കനിവ്, ശുദ്ധവായു ഏറ്റവും കൂടുതലുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ ഞാൻ ഊന്നി പറയുകയാണ്. ഓക്കെ, നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സഹകരണം സപ്പോർട്ട് ഉണ്ടാകണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈനാർ റാവുത്തർ, പത്തനംതിട്ട, ചുങ്കപ്പാറ. ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്, വീണ്ടും ഇങ്ങനെ പുള്ളി ഒരു പണിയില്ല പുള്ളിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ മുന്നേറ്റം നിങ്ങളിലൂടെയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.